ലച്ചുക്കുട്ടാ. നല്ല മുടിയൊക്കെയാ, പക്ഷെ നോക്കിയേ ഫുള്ള് ചെടയൊക്കെ പിടിച്ച് ജ്യൂസും കുടിച്ചേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചാൽ മതിയോ? ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചെന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങ് പോകും. സാധാരണ ഇങ്ങനെയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തിനാണ് ലച്ചുക്കിന്റെ ഡ്രസ്സ് തയ്ക്കണ? ഞാനല്ല പിന്നെ ഈ ഡ്രസ്സൊക്കെ അവിടെ ആര് തേക്കാനാ ഇവിടെ? ഈ തൊക്കൂടി ചുണ്ടുമല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സിദ്ധുവും കല്ലും വരുന്നതിന് മുമ്പുള്ള എപ്പിസോഡാണെന്ന് തോന്നുന്നു. പിന്നെയും വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് സിദ്ധു ഇല്ലാത്ത എപ്പിസോഡുകൾ. എനിക്ക് സീതമ്മയുടെ അത് കണ്ടപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ എപ്പിസോഡ് നല്ല രസമായിട്ട് തന്നെയായിരുന്നു വന്നത്. സിദ്ധു ലച്ചുവിന്റെ ആ ഒരു കോംബോ, അവരുടെ ആ ഒരു സ്നേഹവും പിന്നെ സീതമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സീതമ്മ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളല്ല, അത് ഓവർ സ്നേഹം കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിദ്ധു വന്നിട്ട് അല്ലെങ്കിൽ കല്ലു ഉള്ള ഒരു എപ്പിസോഡാണ്. പക്ഷേ സിദ്ധുവും കല്ലും ഇല്ല എന്നുള്ളത് പ്രമോ തീരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ലാസ്റ്റ് വരെ സിദ്ധു കല്ലും എന്തായാലും എപ്പിസോഡിനകത്ത് വരുന്നില്ല. അപ്പോൾ എനിക്ക് സിദ്ധു വരുന്നതിന് മുമ്പുള്ള എപ്പിസോഡാണ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ എയർ പോണത്. അത് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് തീർന്നില്ലേ എന്നാണ് ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ ആലോചിക്കുന്നത്. കാരണം വേറെ നമുക്ക് പുതിയ പുതിയ എപ്പിസോഡുകളൊക്കെ ഇടാനുള്ള ടൈമുണ്ട് സിദ്ധുവിന് വെച്ചിട്ട്. അപ്പോൾ അതിന് വേറെ പഴയ എപ്പിസോഡുകൾ സ്റ്റോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിക്കൊന്നൊരാടായിട്ട് സിദ്ധു ഇല്ലാത്ത എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റേറ്റിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ എപ്പിസോഡുകൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സിദ്ധുവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ